PC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LPSA NCAക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ LPSA NCA എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. ഏകദേശം ഒരു 1.5 ആഴ്ചയോളം കഷ്ടിച്ച് മാത്രമേ ഇനി പരീക്ഷയ്ക്ക് മുമ്പിലുള്ളൂ. അപ്പോൾ ആ ഒരു 1.5 ആഴ്ചത്തേക്ക് എല്ലാവരും കഠിനമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ജോലി സാധ്യതയുള്ള പോസ്റ്റാണ് NCA പോസ്റ്റ് ആണെങ്കിൽ പോലും LPSA എന്ന് പറയുന്നത്. ഇനിയൊരു LPUP വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ഈ ഒരു പോസ്റ്റിലൂടെ പരീക്ഷ എഴുതി ജയിക്കുകയാണെങ്കിൽ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ LPSA പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സിലബസിനെ മുഴുവൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ നടത്താനായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവസാന നിമിഷത്തിൽ ഒന്ന് റിവിഷൻ ചെയ്യാനും മികച്ച രീതിയിൽ ഒന്ന് പഠിക്കാനും ഒക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ 2024-2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടാതെ 25 മോഡൽ ഓൺലൈൻ എക്സാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു പാക്കേജ് നൽകുന്നത്. അപ്പോൾ ആർക്കിലെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ LPSA NCA എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1.5 ആഴ്ച നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 1.5 ആഴ്ച നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് മുൻപന്തിയിൽ എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് വന്നേക്കുന്നത് കുറവാണെങ്കിൽ പോലും വേക്കൻസി കൂടുന്നതായിരിക്കും. നിങ്ങൾ കുറവാണെന്നോർത്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെക്കാലം മുമ്പിലുള്ളവർ കയറിപ്പോകും. നിങ്ങളവിടെ നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. വേക്കൻസി എന്തായാലും കൂടുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കാണ് ആ ഒരു പോസ്റ്റ് എന്ന രീതിയിൽ അങ്ങ് പഠിച്ചേക്കുക. 1.5 ആഴ്ച നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ റാങ്കിൽ വ്യത്യാസം വരുത്താൻ നിങ്ങളെ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഉപകാരപ്പെടുത്താനായിട്ട് സാധിക്കും. 25 മോഡൽ എക്സാം ഉൾപ്പെടെ ഓൺലൈൻ മോഡൽ എക്സാം ഉൾപ്പെടെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ആദ്യമായിട്ടാണ് PC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചതിന് ശേഷം തുടർന്ന് എല്ലാവരും ഒന്ന് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ LPSA NCAയുടെ പരീക്ഷ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ഓൺലൈൻ പരീക്ഷയായി ആണല്ലേ. അപ്പോൾ ഓൺലൈൻ പരീക്ഷ ഇതുവരെ എഴുതിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഓൺലൈൻ പരീക്ഷ എഴുതുന്നത്, ആകെ ടെൻഷൻ അടിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോൾ ടിക്കറ്റ് എടുത്തപ്പോൾ അതിനകത്ത് ഓൺലൈൻ എന്നാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾക്ക് ഇന്ന് വിവരിച്ച് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പരീക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഓൺലൈൻ പരീക്ഷ എഴുതാത്തവർക്ക് അത് എങ്ങനെയായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ കാണും അല്ലേ. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സാധാരണ ഒരു PSC പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത്, നമുക്കൊരു ചോദ്യപേപ്പർ തരും. ആ ചോദ്യപേപ്പറിൽ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു OMR ഷീറ്റിൽ കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേന ഉപയോഗിച്ച് കറുപ്പിക്കുന്നു. അതിന് പകരം ഇതൊരു കമ്പ്യൂട്ടറിലായിരിക്കും പരീക്ഷ എന്നൊരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. സാധാരണ PSC പരീക്ഷ നടക്കുന്ന അതേ രീതി തന്നെയാണ് നടക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് പരീക്ഷ ഹാളിൽ എല്ലാ തവണയും ചെല്ലുന്നത് പോലെ കൃത്യമായിട്ട് ഹാൾ ടിക്കറ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫൊക്കെ ആയിട്ട് എക്സാമിന് ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു OMR ഷീറ്റ് ഓൺലൈൻ പരീക്ഷ കാൻഡിഡേറ്റ്സ് കുറവുള്ള പോസ്റ്റുകളിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ PSC ഓൺലൈൻ പരീക്ഷകളാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അത്യാവശ്യം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഹാളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഒരു സാറ് പരിശോധിക്കാനായിട്ട് ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. അത് പരിശോധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവരൊരു ഷീറ്റ് ഇത് തരും നമ്മുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ പുറകിൽ ഒരു രജിസ്റ്റർ നമ്പറും അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ ഇപ്പോൾ ക്ലാസ് റൂം എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ A ക്ലാസ് റൂം കിട്ടിയവർ A ക്ലാസ് റൂം സമയമാകുമ്പോൾ നിങ്ങൾ A ക്ലാസ് റൂമിലേക്ക് ചെല്ലാൻ പറയും. B ക്ലാസ് റൂം കിട്ടിയവർ B ക്ലാസ് റൂമിലേക്ക് പോവുക. നിങ്ങളൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. ആ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിന് മുമ്പിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ റിലാക്സ് ആയിട്ട് കൂളായിട്ട് സമാധാനത്തോടു കൂടി ഇരിക്കുക. സാധാരണ PSC പരീക്ഷയ്ക്ക് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാകുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാകും. എന്തൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ ഇൻസ്ട്രക്ടറോട് ധൈര്യമായിട്ട് ചോദിക്കാം. ഇനി തെറ്റിച്ച് വെക്കാതെ ഒന്നും ഇരിക്കുക. നിങ്ങൾക്ക് എന്ത് നിസ്സാര സംശയമാണെങ്കിൽ പോലും ഇൻസ്ട്രക്ടറെ വിളിച്ച് സംശയം ചോദിക്കുക. അതിന് ശേഷം മാത്രം മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ സാധാരണ ഇത് കറുപ്പിക്കുകയാണല്ലോ നമ്മുടെ രജിസ്റ്റർ നമ്പർ. അതുപോലെ തന്നെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടാകും. ടൈപ്പ് ചെയ്ത് കൊടുക്കുക കീബോർഡിലായിരിക്കില്ല നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു കീബോർഡിൻ്റെ സ്ക്രീൻ ഈ മോണിറ്ററിൽ തന്നെ വരും. അപ്പോൾ നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ആ കീബോർഡിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മൗസ് ഉപയോഗിച്ച് നീക്കിയാൽ മതി. അപ്പോൾ അതിനകത്തേക്ക് കൃത്യമായിട്ട് ടൈപ്പായി വന്നോളും. പിന്നെ നമുക്കൊരു എന്താ പറയുക, എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവിജിലേറ്ററോട് ചോദിക്കാവുന്നതാണ്. അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം വരും. ഒരു കൂൾ ഓഫ് ടൈം ഒക്കെ നമുക്ക് സാധാരണ PSC പരീക്ഷയ്ക്ക് ഒരു കൂൾ ഓഫ് ടൈം കിട്ടുമല്ലോ, അതുപോലെ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ നമുക്കുണ്ടായിരിക്കും. ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാകും. അത് ഈ കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് പരീക്ഷ കടക്കാറാവുമ്പോഴത്തേനും പരീക്ഷ നമുക്ക് ഒരു ചോദ്യം വരും, 4 ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വായിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണോ റൈറ്റ് ആൻസർ ആയിട്ട് തോന്നുന്നത് അത് ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു 100 കോളം ഉണ്ടാവും. ഇപ്പോൾ
ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനെങ്കിൽ ഇവിടെ ചോദ്യം 4 ഓപ്ഷനും ഇങ്ങനെ വരും. ഇവിടെ തന്നെ ഒരു ചെറിയ ഒരു കോളം ഉണ്ടാവും. ആ കോളത്തിൽ ഇങ്ങനെ 100 വരെ ഇങ്ങനെ കോളങ്ങളുണ്ടാവും. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ് 100 വരെ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കളറിലാവും. ഒന്നീ ബ്ലൂ കളറിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ ഇവിടെ വരും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മളവിടെ ആൻസർ ചെയ്യുന്ന അർത്ഥം. ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് വരും. അടുത്ത ചോദ്യം സ്ക്രീനിൽ രണ്ടാമത്തെ ചോദ്യം തെളിയും, 4 ഓപ്ഷൻ തെളിയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് തോന്നുന്നത് അത് വീണ്ടും ഏത് ഓപ്ഷനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ രണ്ടാമത്തെ കോളത്തിലും ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഇത് വരും. പിന്നെ അങ്ങനെ മാറ്റി പോകാം. നിങ്ങൾക്ക് ഒന്നിന് ചോദ്യത്തിന് ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് വരും. അപ്പോൾ അറിയാൻ പാടാത്ത ആൻസർ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് മാറ്റി വിടാനായിട്ട് സാധിക്കും. ഇനി അത് നമുക്ക് ആൻസർ ഇടയ്ക്ക് തിരുത്തി. അപ്പോൾ അതല്ല നമ്മൾ ആദ്യം വായിച്ച ആൻസർ നമ്മൾ എ ഓപ്ഷൻ മാർക്ക് ചെയ്തു. എ അല്ല, നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് എ അല്ല അത് സി ആയിരുന്നു എന്ന്. അത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാകും. അത് നമ്മൾ കുറേ ചോദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഇത് ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനും അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആരും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ പേന എടുത്ത് കറുപ്പിക്കുന്നതിന് പകരം മൗസ് എടുത്ത് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് വിടുന്നു എന്ന വ്യത്യാസം മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് ഉള്ളൂ. ഏതൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ ഇൻവിജിലേറ്ററിനോട് ചോദിക്കാവുന്നതാണ്. അവർ കൃത്യമായിട്ട് അതിന് മറുപടി പറയുക തന്നെ ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഈ ഒരു പരീക്ഷ ഇങ്ങനെയാണെന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നാണ്. ഈ 1.5 ആഴ്ച നിങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് ഇതുവരെ വളർത്തിയുള്ള മുഴുവൻ LPSയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ LPSയും UPSയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി എവിടെ അന്വേഷിച്ച് പോകുമെന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതുവരെ വളർത്തിയുള്ള മുഴുവൻ LP UPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റിനെയും സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോജി, അതുപോലെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാത്തിൻ്റെ സബ്ജക്റ്റിനെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 2024 2023 LPSയുടെ NCA പരീക്ഷയുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങൾ 2024-26 ചോദ്യപേപ്പർ, 2023-25 ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റും കൂടാതെ ഈ ഓൺലൈൻ എക്സാം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തതിന് വേണ്ടി 25 മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ. 25 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് മോഡൽ പരീക്ഷ എഴുതുന്നത് എന്നൊരു നല്ല രീതിയിലുള്ള പരിചയം നിങ്ങൾക്ക് ഉണ്ടാവാൻ ഈ മോഡൽ എക്സാം നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന 25 മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുക. 25 മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൂളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി 25 മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ മോഡൽ എക്സാം ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും മോഡൽ എക്സാമോ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ പ്രീവിയസ് ഇയറോ അടക്കുന്ന ഈ സെറ്റ് പാക്കേജ് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ NCA LPS എന്ന് പറഞ്ഞ് മാത്രം മെസ്സേജ് ചെയ്ത് നമുക്ക് അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 25 മോഡൽ ഓൺലൈൻ എക്സാം ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഓൺലൈൻ എക്സാമിന് പേടിക്കാതെ തന്നെ നല്ല കൂളായിട്ട് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10-30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ 26-25 25-ലെയും 24-ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 25 കുറച്ച് പരീക്ഷകളിൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് 25 പോട്ടെ. 24-ലെയും 2024-2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ LPSയുടെ സിലബസോട് സിമിലാരിറ്റി വരുന്നത് തിരഞ്ഞെടുത്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. ഒത്തിരി ചോദ്യങ്ങൾ റിപ്പീറ്റ് കിട്ടും. ഒരു 10-30 മാർക്ക് നമുക്ക് കൂളായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കമാണ് നമ്മൾ നൽകുന്നത് കേട്ടോ. മാർക്കിൽ വേണമെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.